ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. സോ ഇന്ന് ഞാൻ വിചാരിച്ച് എക്സാം ആയതുകൊണ്ട് എക്സാം പ്രിപ്പറേഷന്റെ വീഡിയോസ് എടുക്കാം. നമ്മൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇതിനു മുമ്പ് ഒരു എക്സാം വീഡിയോ എടുത്തിട്ടുണ്ടായി. ബട്ട് അതിൽ എക്സാം പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഫുള്ള് വർത്താനോ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റാക്കില്ല. ആ എക്സാം പ്രിപ്പറേഷനിൽ ഫുള്ള് ചളി പറിച്ചിലും വർത്താനോ. ആ സമയത്ത് നമുക്ക് കിട്ടാത്ത ടോപ്പിക് എല്ലാം കിട്ടുക, വർത്താനം പറയാനും ചർച്ച ചെയ്യാനും. എല്ലാരും കൂടി അതെ, അതിന്റെ മുമ്പ് എക്സാം ഒന്നും ഇല്ലാത്ത സമയത്ത് എല്ലാം ഓരോ മൂലക്ക് ഇരുന്ന് ഫോൺ കൊണ്ട് സിനിമ കണ്ട് അങ്ങനെ തീർക്കും. എക്സാമിന്റെ സമയത്ത് എല്ലാം ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് വർത്താനം പറയും. ഇനിയിപ്പോ ലൈബ്രറി തന്നെ ഉള്ളു. അതുകൊണ്ട് വിചാരിച്ച് കോളേജിൽ പോയിട്ട് ലൈബ്രറി കുത്തിന്ന് പഠിക്കാം. ലൈബ്രറിയിലാവുമ്പോ പുരയിലാവുമ്പോ കുറച്ചേരം ഒന്ന് ബെഡ് കാണുമ്പോ ഉറങ്ങാനെല്ലാം തോന്നും. ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്നൊക്കെ അപ്പൊ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ ലൈബ്രറിയിലാവുമ്പോ ഉറക്കം നടക്കും, പക്ഷെ കുറച്ച് സമയം. അതുകൊണ്ട് അവിടെ പോയിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. റൂമിലാവുമ്പോ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എണീക്കുമ്പോ നമുക്ക് ചെയ്യാൻ വേറെ കുറെ പണികളാണ്, ക്ഷീണം നടക്കും. പക്ഷെ ലൈബ്രറി ആകുമ്പോ ഉറങ്ങി എണീച്ചാ പിന്നെ നെറ്റ് വേറൊന്നും ചെയ്യല്ല, പഠിക്കുന്നത് നേരെ പഠിക്കലെന്നെ. അവിടെ പഠിക്കലെന്നെ, വേറെ ഒന്നും നടക്കൂല, സംസാരമൊന്നും നടക്കൂലല്ലോ. കുറച്ച് ഡീസന്റ് വിശ്വസിച്ച് വരാം. ടുഡേസ് ഔട്ട്ഫിറ്റ് ലൈബ്രറി പഠിക്കാൻ വന്നു. ഒരു കോമഡി ആക്കണേ. ഇന്ന് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി. ഇവരെയാണ്, അതായത് ഈ വ്യക്തി ഉപ്മാവ് ഉണ്ടാക്കാൻ, ഈ വ്യക്തി ഉപ്മാവ് ഉണ്ടാക്കാൻ കയറി. മറ്റേ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഒരു സൈഡിൽ അട വെച്ച് അവക്ക് മാവിനുള്ളിയില്ല. ഉള്ളിയുടെ അവിടെ വെച്ചിന്. അതുപോലെ എനിക്ക് പ്രഷർ കുറവായോണ്ടെന്ന് തോന്നുന്നു റിത ഇന്നെ കെയർ ചെയ്യാൻ വേണ്ടി പറയാ ഉപ്പാവെല്ലാം ഇട്ടിട്ടുണ്ട്. എടി ഞാൻ ഇതിന് മുന്നേ ഉപ്മാവ് നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ആദ്യമായിട്ടൊന്ന് കൊളാക്കിയപ്പോ അതങ്ങനെ തന്നെയല്ലേ, ഭയങ്കര കെയറിങ് തന്നെയല്ലേ റിതന്റെ. ഒരു ഒറ്റമൈന ഇങ്ങനെ കാണിക്കുന്നേ പ്രിൻസസ് ട്രീറ്റ്മെന്റ്. ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാല് എന്തെങ്കിലും ഞാൻ മടിക്കണ്ടേ, വെറുതെ വായി മൂലല്ലോ വായിലിടാൻ. ഇന്നലെ നൈറ്റ് ഇവിടെ ഉപ്മാവാക്കിയ പോലെ ഞാൻ ഇതാക്കി ഉരുളക്കിഴങ്ങാക്കി ചെറുതായിട്ട്. ഞാനൊരു ഇച്ചിരി മുളക് ഇട്ടിട്ടുള്ളൂ. ഞാനൊരു ഇച്ചിരി മുളക് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇവരെല്ലാം പറഞ്ഞത് ഭയങ്കര എരിവ്. അപ്പൊ ഞാൻ ഫസ്റ്റ് കഴിച്ചു. എനിക്ക് എരിയായിട്ട് ഞാൻ കഴിച്ചില്ല, എന്നായിട്ട് കൊണ്ടുപോയിട്ട് ബാക്കി കഴിച്ചിട്ട് ഇവര് എരിഞ്ഞു പോയ അപ്പണ്ട് ദിയ പാൽപ്പണിയെല്ലാം എടുത്തിട്ട് ഓടും. ഞാൻ പെടുന്നൊക്കെ എന്റെ ബുക്ക് കൊടുത്തിട്ട് മേലത്തെ റൂമിൽ കളി. ഇതിനെല്ലാം കൂടി അവിടെ നിന്നിട്ട് വറക്കുന്നോണ്ട് വേഗം എസ്കേപ്പായി ഞാൻ. ഇതൊക്കെ വയറ്റില് തീയായ പോലെ ഉണ്ടായിരുന്നു, ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പറയാനും പറയാ. കഴിഞ്ഞ ദിവസം അവള് ഫുഡ് കളഞ്ഞത്ര. ഫുഡ് കളഞ്ഞോണ്ട് ഇതാ ഇന്ന് ഞാൻ കളയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് തിന്നിട്ട് എന്തെല്ലാം കാട്ടിയിരുന്നു. നല്ലോണം ഓടുന്നുണ്ടെങ്കിൽ ഞാൻ മെല്ലെ മേലേക്ക് ഓടി. അഞ്ജന പറഞ്ഞു എനിക്കത്ര ധൈര്യം ഒന്നും അറിയണില്ല എന്താണോന്ന് പറഞ്ഞേ. അപ്പൊ പറയാൻ എന്ത് ചെയ്ത് കുറച്ച് മറ്റേത് മാത്രം പൊരിച്ച മാത്രം ചോറിന്റെ കൂടെ കൂട്ടാണ്ട് വായിക്കിട്ട് കൊടുത്തു. എന്നിട്ട് കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ട് പാൽപ്പൊടിക്കെല്ലാം കൂടി അടിയാവും. ഞാൻ പഠിക്കണ്ടിട്ട് പോയതാട്ടോ, ശരിക്കും നേരെ എനിക്ക് കുറച്ച് പഠിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ പോയി. എനിക്കിഷ്ട വലിയ താറ്, വലിയ റോൾസ് റോയ്സിലും സാധനങ്ങൾ എടുത്തിട്ട് ഒരു നല്ല കൈയായിരിക്കും, നല്ല രസമല്ലേ. വാച്ച് കെട്ടിയിട്ട് ഇതിങ്ങനെ തിരിക്കുമ്പോ. So we arrived in our college, sweet college. കറണ്ടില്ലോണ്ട് ഇന്ന് പഠിക്കണ്ട. പഠിക്കാൻ നമ്മളെ റൂമിലുള്ള കറണ്ട് പോവാൻ കാത്ത് എന്നാ ഇപ്പം പഠിക്കണ്ട, കറണ്ട് വന്നിട്ട് പഠിക്കാം. എന്തൊക്കെ കാരണങ്ങളാ. അതുപോലെ വിശക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് തിന്നാ പറയും
വൈകുന്നേരം ചായ കുടിക്കാത്തോണ്ടാ പഠിക്കാൻ പറ്റാത്ത. പഠിക്കാണ്ടിരിക്കാൻ. ഫോക്കസ് പഠിച്ചില്ലല്ലോ. ഫോക്കസ് 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 ഫോക്കസ്. എല്ലാവർക്കും ഇവിടെ വായിക്കണോ? കട കാണുമ്പോ നമുക്ക് എണീച്ച് ഇവിടെ ചായ കുടിക്കണ്ട. ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് നല്ലോണം പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഭക്ഷണം എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഭക്ഷണം പഠിക്കാൻ പറ്റില്ല. അമ്മ അല്ല തീരെ നടക്കൂല. അതുകൊണ്ട് ബാഗ് വെച്ചിട്ട് പോവോ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാകും. അത്ര ആൾക്കാരുണ്ടായിരുന്നു ഈ പ്രാവശ്യം. എനിക്കൊന്ന് ബോയ്സ് ആവാൻ ചെയ്യിക്കാം, ഗേൾസ് ഒന്നും ചെയ്യിക്കും. എവിടെടാ എന്റെ ആൾക്കാര്? ലൈബ്രറി കാണിച്ചായിരുന്നു. ദിസ് ഈസ് അവർ ലൈബ്രറി. ഇതുണ്ടോ? അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ബുക്കൊന്നും തൊടാൻ തരില്ല കേട്ടോ. അതിന്റെ താക്കോല് കൂട്ടിയിട്ടാണ്. ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് കൊടുത്ത് പോയി പഠിക്കുക വരാം. പിന്നെ ഇതിന്റെ മേലൊക്കെ ഉണ്ടോ? അതിന്റെ മേലെ ലൈബ്രറി. സോ യു ആർ ഗോയിങ് ടു ഡ്രിങ്ക് ടീ. കഫ്തീരിയ ക്യാൻറ്റീൻ വന്നിട്ട് ചായ കുടിക്കാം. വീണ്ടും പ്രിൻസസ് സ്ട്രീറ്റ്. ക്ലാസ് വീഡിയോ കണ്ടിറങ്ങുമ്പോൾ പല പേരും വരും. ഇവിടുന്ന് ചായ കുടിച്ചാൽ നേരെ പോയി പഠിക്കില്ല. ഇനി വേറെ ഒന്നുമില്ല. ഫുൾ പഠിത്തം, ഫുൾ കോൺസെൻട്രേഷൻ, ഫോക്കസ് 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 പഠിത്തം. ഇത് നമുക്ക് പോയിരിക്കുന്നത്. വിശപ്പ് മാറില്ല, എന്നാലും പിന്നെ വിശപ്പില്ല. നമ്മുടെ കോഫി ആയിട്ട് ആ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചപ്പാണ് പഠിക്കാൻ പോകുമ്പോഴാണ് ആലോചിച്ച് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പഠിപ്പിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ സോ വി ആർ ഗോയിങ് ടു ഡ്രിങ്ക് വാട്ടർ ആൻഡ് ദെൻ വി വിൽ ഗോ ടു സ്റ്റഡി. ബൈ. വെള്ളം കുടിച്ച് പോയി പഠിക്കട്ടെ കൈസ്, എടുങ്ങാറാക്കണ്ട. പഠിച്ച് ഇന്ന് ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇന്ന് ഇപ്പം ഈ സമയത്ത് ഞാനിവിടെ എത്തിയത് 10:15 അങ്ങനെ ആകുമ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ഇപ്പം എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചെന്നറിയോ? 23 ക്വസ്റ്റ്യൻസ് പഠിച്ചു. 2 മാർക്കിന്. അത്ര എന്ത് പഠിക്കാനെന്നറിയോ? 3 ദിവസം എക്സാമിന് 200-300 ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിച്ചെടുക്കാം? അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടുമില്ല. ഞങ്ങൾക്ക് ലൈബ്രറി കാണിച്ചത്. ദിസ് ഈസ് അവർ ലൈബ്രറി. ഇവിടെ അടുത്തങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഇടുന്ന, അല്ലെങ്കിൽ ഇന്നെ തുപ്പി പറഞ്ഞാക്ക്. ഇപ്പം സമയം 2:30. 2:36 ടൈറ്റൽ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഫുഡ് കഴിക്കേണ്ട കാര്യമെല്ലാം കറക്റ്റ് നമ്മളെടുക്കും. പഠിക്കേണ്ട 15 മിനിറ്റ് മുന്നേ 2:30 ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോ 15 മിനിറ്റ് മുന്നേ സേന വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞു അവളടുത്ത് 2:30-2:30 ഒരു 1:45 തന്നെ മെസ്സേജ് 2:30 ഫുഡ് കഴിക്കാം. ഞാൻ 2:15 ഓളടുത്ത് പോയിരിക്കുന്നു. പഠിക്കേണ്ട ബുക്ക് എൻ്റെ കൂടെ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കറക്റ്റ് ഞാൻ ആദ്യം എടുത്ത് വെച്ചതാക്കി. നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ആൻഡ് സക്സസ്ഫുള്ളി വി ഏറ്റ് അവർ ഫുഡ്. ലിപ്സ്റ്റിക് ഇട്ട് we are going to library for studying, you know, we are book Hey guys.
ഇന്നത്തെ പഠിപ്പ് കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട, കഴിഞ്ഞിട്ടില്ല. മൈവ് സ്കെച്ചിട്ട് അങ്ങോട്ട് തന്നെ പഠിക്കാൻ പോകും. ചിലപ്പോൾ ഒന്നുമില്ല പഠിക്കാൻ പോട്ടാ. കാരണം ഒരിക്കലിരുന്നാ ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ബെഡ് കാണുമ്പോൾ അവിടെ കിടന്ന് റീല് കണ്ടു. ഹായ് മയില്. അമ്മയും കുട്ടിയും കാണാം. മയില് കൊത്തു ഇത് ചവിട്ടെടുത്താലേ വെറുതെ പോകുന്നതിനെ പിടിച്ച് കണ്ണിലാ കൊത്ത മയില് കുട്ടീനെ പോകുന്നതാണ്. ശരിക്കും എനിക്ക് ആൺമയിലിനെ ഇഷ്ടം. അതും എല്ലാവർക്കും എന്താണ് പീലി ആൺമയിലാണ്. ഞാൻ കാണാൻ വലിയ രസമില്ലല്ലോ. കണ്ട് എന്താ ഒരു ഫുഡ് കഴിച്ച് അവിടെ പോയിരുന്ന് റീല് കണ്ട് പിന്നെ ആലോചിച്ച് ഉറങ്ങിയിട്ടില്ല. ദിവസത്തിൽ കുറച്ച് നേരം നമ്മൾ ഉറങ്ങാനായി മാറ്റിയേക്കണം. എന്നിട്ട് ഉറങ്ങി എണീച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പകുതി പഠിച്ചിരുമ്പോൾ റിത പറഞ്ഞു പോവാം. റൂമിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നു അല്ലേ? റൂമിൽ പോയിട്ട് കോഫി ആക്കി കൊടുക്കണം. നിങ്ങളെന്നെ പറയും എക്സാമിന് എങ്ങനെ ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും MBBS പഠിക്കാൻ പോകും. 4 സബ്ജക്റ്റേ ഉള്ളൂ. കേൾക്കുമ്പോൾ 4 സബ്ജക്റ്റേ ഉള്ളൂ. മൈക്രോബയോളജിയിൽ 100 1 മാർക്കിൻ്റെത്, 75 2 മാർക്കിൻ്റെത്. 75 2 മാർക്ക് എന്ന് പറയുമ്പോൾ ചെറിയ 2 മാർക്കിൻ്റെ ചെറിയ 2 ലൈനൊന്നുമില്ല. പിന്നെ അതുപോലെ 5 മാർക്കിൻ്റെ ഒരു 33. പിന്നെ എന്താ 10 മാർക്കിൻ്റെ 11. 2 പേജ് 10 മാർക്കിൻ്റെ പിന്നെ പറയണ്ട. അത് 2 പേജ് അങ്ങനത്തെ 2 പേജോ അല്ല 2 പറ. അതങ്ങനത്തെ അത് മൈക്രോബയോളജി മാത്രം 220-30 ക്വസ്റ്റ്യൻസ്. പിന്നെ ഫാർമക്കോളജി 40 30. പിന്നെ 1 മാർക്കിൻ്റെ ഒന്നും ഇട്ടാന്നില്ല, 10 മാർക്കിനൊന്നും ഇട്ടാന്നില്ല. 70 ക്വസ്റ്റ്യൻസ്. ഡിപ്പാർട്ട്മെന്റ് വേറത്. ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പിക്സ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഫുൾ ചാപ്റ്റർ ഫുള്ള് എല്ലാം പഠിക്കണം. ഇത്ര ബുദ്ധിയുണ്ട് MBBSന് പോലും. പക്ഷെ ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണ്ടേ, ഇപ്പൊ നിന്നിട്ട് നട്ടം തിന്നിട്ട് കാര്യമില്ല. സ്റ്റഡി ലീവ് ഒന്നില്ല 15 ദിവസം. അപ്പൊ പെരുന്നാള് നോമ്പെല്ലാം കഴിഞ്ഞ് നോമ്പ് തുറന്ന ക്ഷീണത്തില് പഠിക്കാൻ പറ്റോ? ഇല്ല. നമ്മൾ തെറ്റൊന്നല്ല. അല്ലെങ്കിൽ നമ്മക്ക് എന്താ തെറ്റുള്ളത്? അത് എക്സാം ഇപ്പൊന്നറിയാം. ഇനി 3 ദിവസം എക്സാമിനുള്ളൂ. മൈക്രോബയോളജി ഞാൻ തൊട്ടിട്ടില്ല. പക്ഷെങ്കില് നമ്മൾ ജയിക്കും. സ്വന്തമായിട്ടൊരു പണി വേണം. ഓക്കെ ശരി. വേറെ രസം കാണാം. ഇതാണ് ഇങ്ങനത്തെ എക്സാം പ്രിപ്പറേഷൻ. ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് ശരിക്കും കേട്ടോ. ബൈ.